അഭിമുഖം. പിന്നാക്ക ന്യൂനപക്ഷ രാഷ്ട്രീയ ശാക്തീകരണം സംഘ് പരിവാറിനെ പരാജയപ്പെടുത്തും. ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി, സദറുദ്ദീൻ വാഴക്കാട്. മതനിരപേക്ഷ ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ തെരഞ്ഞെടുപ്പിന് ശേഷം 18ാം ലോക്സഭയിലെ എം.പിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ താങ്കളുടെ വിചാരവികാരങ്ങൾ എന്തായിരുന്നു? 18ാം ലോക്സഭയിൽ എം.പിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ യാത്ര പുറപ്പെടുമ്പോൾ ആശ്വാസവും ആത്മവിശ്വാസവുമായിരുന്നു മനസ്സ് നിറയെ. പാർലമെന്റിൽ എത്തിയപ്പോൾ പ്രതിപക്ഷ എം.പിമാരുടെ മുഖത്ത് പുതിയൊരു പ്രസരിപ്പ് കാണാൻ സാധിച്ചു. സമാശ്വാസത്തിൻ്റെതായ അന്തരീക്ഷമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പാർലമെന്റിനകത്തും രാജ്യം മുഴുക്കെയും സൃഷ്ടിച്ചത്. മതേതര വിരുദ്ധവും ന്യൂനപക്ഷ ദ്രോഹത്തിൽ ഊന്നിയതുമായ അജണ്ട പരസ്യപ്പെടുത്തിയ RSS BJP ഭരണം പലതരം ഭീതികൾ സൃഷ്ടിച്ച 2 പാർലമെന്റ് കാലം കടന്നാണ് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. മോദി ഭരണം അവസാനിച്ച് പുതിയ ഗവൺമെന്റ് വരണം എന്നതായിരുന്നു നമ്മുടെ ആഗ്രഹം. അത് സംഭവിച്ചില്ല. പക്ഷേ BJPക്ക് 3ൽ 2 ഭൂരിപക്ഷമോ കേവല ഭൂരിപക്ഷം പോലുമോ ലഭിച്ചില്ല. ശക്തമായ പ്രതിപക്ഷവുമുണ്ടായി. BJPയുടെ പല പ്രമുഖരും പരാജയപ്പെട്ടു. അവരുടെ ശൗര്യവും നഷ്ടപ്പെട്ടു തുടങ്ങി. ഇങ്ങനെ പല ഘടകങ്ങളും രാജ്യത്തിന് പ്രതീക്ഷയും തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനവും നൽകുന്നതാണ്. 400 എം.പിമാരെ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയ BJPക്കും NDAക്കും തിരിച്ചടികൾ നേരിട്ടു എന്നത് ശരിയാണ്. പക്ഷേ മറ്റു കക്ഷികളുടെ പിന്തുണയോടെയാണെങ്കിലും അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റിന്റെ അജണ്ടകൾ പഴയത് തന്നെയായിരിക്കുമോ? എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഹിന്ദുരാഷ്ട്രം എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ അവർ എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയേക്കാം? BJP അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല എന്നത് ശരിയാണ്. പക്ഷേ പഴയതുപോലെ അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ത്രാണിയില്ലാത്ത ഗവൺമെന്റാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത്. BJP ദുർബലമായിട്ടുണ്ട്. അതുകൊണ്ട് സംഘ് പരിവാർ ഉദ്ദേശിച്ച തരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്യാൻ കഴിയില്ല. കയ്യും കാലും കെട്ടിയിട്ട അവസ്ഥയിലാണ് NDAയിൽ BJP നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NDAയുടെ പൊളിറ്റിക്കൽ കെമിസ്ട്രിയും വ്യത്യസ്തമാണ്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അധികാരത്തിനു വേണ്ടി NDAയിൽ ചേർന്നെങ്കിലും ഇവരുടെ ആശയങ്ങൾ BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായി ചേരുന്നതല്ല. ബീഹാറിനെയും ആന്ധ്രയെയും നമുക്കറിയാം. നേതാക്കൾ അധികാരത്തിനായി ആശയങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്താലും അനുയായികൾ അത് ചെയ്യില്ല. കാരണം സാമൂഹിക നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് ഇവരുടെ അണികൾ. സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPയുടേതിൽ നിന്ന് ഭിന്നമാണ് ഇവരുടെ നിലപാട്. ഇതിൽ വിട്ടുവീഴ്ച ചെയ്താണെങ്കിൽ അണികൾ കൂടെ നിൽക്കില്ല. ഉദാഹരണമായി BJP ജാതി സെൻസസിന് എതിരാണ്. എന്നാൽ ജാതി സെൻസസ് പറഞ്ഞു വോട്ട് വാങ്ങിയിരുന്നവരാണ് നിതീഷ് കുമാറിന്റെ പാർട്ടി. ബീഹാർ ആകട്ടെ വലിയ ജാതി രാഷ്ട്രീയമുള്ള സംസ്ഥാനവുമാണ്. അധികാരത്തിനു വേണ്ടി BJPയോട് ചേർന്ന ശേഷം തിരിച്ചുപോയവരുടെ രാഷ്ട്രീയ പരാജയം ഇതിന്റെ തെളിവാണ്. ഒരു ഘട്ടത്തിൽ അധികാരം വാണിരുന്ന മായാവതി UP രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട അവസ്ഥയിലല്ലേ? ജമ്മു കാശ്മീരിലെ PDP മറ്റൊരുദാഹരണമാണ്. BJPയോടൊപ്പം പോയവർ എല്ലാ ദ്രോഹവും ചെയ്യാൻ മോദി ഗവൺമെന്റിന് വഴിയൊരുക്കി കൊടുത്തവർ എന്ന നിലയ്ക്ക് ജനം പിന്നീട് PDPയെ വിശ്വസിക്കുകയുണ്ടായില്ല. BJPയോടൊപ്പം ചേർന്നവരെ ജനങ്ങൾ പിന്നീട് സംശയത്തോടെയാണ് കാണുക. മെഹബൂബ മുഫ്തിക്ക് ഏറ്റ തിരിച്ചടി ഇതിന്റെ അനുഭവപാഠമാണ്. പ്രതിപക്ഷം ശക്തവും ജനം ഫാഷിസത്തെ അനുകൂലിക്കാത്തവരുമാണെങ്കിലും ഇന്ത്യയിലെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മീഡിയയും വലിയ തോതിൽ കാവ്യവൽക്കരിക്കപ്പെട്ടതാണ്. 100 വർഷത്തെ പരിശ്രമത്തിലൂടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളെ കൈപ്പിടിയിൽ ഒതുക്കിയ സംഘ് പരിവാറിന് ആഴമുള്ള സ്വാധീനമുണ്ട് രാജ്യത്ത്. അതിന്റെ അപകടങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും? ചോദ്യം വളരെ പ്രസക്തമാണ്. സംഘ് പരിവാർ ഉയർത്തുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. 100 വർഷമായി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളൊന്നും അവർ ഉപേക്ഷിക്കുകയില്ല. ഹിന്ദുരാജ്യത്തെക്കുറിച്ച പല പദ്ധതികളും അവരുടെ മനസ്സിലുണ്ട്. പലതും അവർ നടപ്പാക്കിയിട്ടുമുണ്ട്. മതേതരത്വത്തിനും മതന്യൂനപക്ഷങ്ങൾക്കും ഇതൊരു വലിയ ചാലഞ്ചാണ്. ഉദാഹരണമായി വിദ്യാഭ്യാസ മേഖലയെ അടിമുടി കാവ്യവൽക്കരിച്ചിട്ടുണ്ട് സംഘ് പരിവാർ. ചരിത്രം മാറ്റിയെഴുതി, പാഠപുസ്തകങ്ങൾ തങ്ങൾക്കനുകൂലമായി തിരുത്തി, സ്മാരകങ്ങളും പേരുകളും മാറ്റി, വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ അടിമകളാക്കി, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ശരീരത്തിൽ അർബുദം പോലെ കിടക്കുന്നുണ്ട്. തലമുറകളിലേക്ക് വംശവെറിയുടെ മഹാരോഗം പടർത്തുന്നുണ്ട്. ഇത് നീക്കിക്കളയുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഇത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാനാകില്ല. വളരെ ദുഷ്കരമായ ദൗത്യമാണിത്. അധികാരത്തിലിരുന്നു കൊണ്ട് വാജ്പേയി ഗവൺമെന്റ് പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിച്ചു. തുടർന്നു വന്ന കോൺഗ്രസ് ഗവൺമെന്റിൽ
അർജുൻ സിംഗ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കാൻ വളരെ ശ്രമകരമായ ദൗത്യമാണ് അന്ന് അദ്ദേഹം ഏറ്റെടുത്തത്. ഞാനും ആ ചർച്ചകളിൽ പങ്കാളിയായിരുന്നു. പക്ഷേ അന്നത്തേതിൽ നിന്നെല്ലാം ഗുരുതരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആഴത്തിലുള്ള പരിക്കാണ് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് എല്ലാ മേഖലയിലും 2 ടേമുകളിലായി മോദി ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാറ്റിൻ്റെയും തലപ്പത്ത് RSSകാരെയാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം പരിഹരിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ബഹളം വെക്കുന്ന പ്രവർത്തനങ്ങളെക്കാൾ സൂക്ഷ്മവും ക്രിയാത്മകവുമായ കർമ്മപദ്ധതികളാണ് നാം ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടത്. കള്ളം നിറച്ചെഴുതിയ ചരിത്രത്തെ സത്യസന്ധമായി മാറ്റിയെഴുതണം. NCERT, UGC, ICHRO ഉൾപ്പെടെ അനേകം വേദികളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അവിടെ കുടിയിരുത്തപ്പെട്ടവരെ വെച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാവില്ല. എക്സിക്യൂട്ടീവ് മാറാതെ മതനിരപേക്ഷ ഇന്ത്യയെ വീണ്ടെടുക്കാനാവില്ല. ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റുക എന്നതല്ല, മറിച്ച് മതേതര മൂല്യങ്ങൾക്കനുസൃതമായി സമൂലമായൊരു പരിഷ്കരണം നടക്കേണ്ടതുണ്ട്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പ്രധാനമായും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണിത്. ഒരുപാട് മാലിന്യങ്ങൾ ഇന്ത്യൻ സമൂഹ ശരീരത്തിൽ നിന്ന് കഴുകിക്കളയേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ കഴിയും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയ കഠിന പരിശ്രമങ്ങളോടൊപ്പം മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് വിനിയോഗവും BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ മുസ്ലിം ന്യൂനപക്ഷത്തോട് കടുത്ത പ്രതികാര നടപടികളിലേക്കാണ് BJP കടന്നിട്ടുള്ളത് എന്ന് തെരഞ്ഞെടുപ്പിനു ശേഷമുണ്ടായ വർദ്ധിച്ച ബുൾഡോസിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം പ്രതികാര നടപടികൾ ഇനിയും ശക്തിപ്പെടാൻ സാധ്യതയില്ലേ? അതിനെ പ്രായോഗികമായി ചെറുക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള വഴികൾ? ഇപ്പോഴത്തെ ചില ലക്ഷണങ്ങളിൽ ഇത് ശരിയാണ്. മോബ് ലിഞ്ചിങ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് BJP പ്രതികാര നടപടികളിൽ നിന്ന് പിന്തിരിയേണ്ടി വരുമെന്നാണ്. അധിക നാൾ അവർക്കിത് തുടരാനാവില്ല. അവരുടെ കയ്യിലുള്ള അക്രമത്തിൻ്റെ എല്ലാ ആയുധങ്ങളും അവർ പുറത്തെടുത്തിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അവർ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ലല്ലോ. എന്നിട്ടല്ലേ അവർക്ക് ഈ വിധം തിരിച്ചടിയേറ്റത്? ഇത് ഞാൻ പാർലമെന്റിലെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഫൈസാബാദ് മണ്ഡലത്തിലെ പരാജയം തന്നെയാണ് മികച്ച ഉദാഹരണം. രാമക്ഷേത്രം പണിത മണ്ണിൽ BJPക്ക് രക്ഷ കിട്ടിയിട്ടില്ല. ഇനിയും വർഗീയ കാർഡ് കളിച്ചാൽ BJPക്ക് തിരിച്ചടികൾ കൂടും. UPയിലും മറ്റും ചില പ്രശ്നങ്ങൾ ഇനിയും മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വരാം. പക്ഷേ അത് നിലനിൽക്കില്ല. ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായ വിജയം നാം കാണണം. കാർമേഘങ്ങൾക്കിടയിലെ രജതരേഖകളായി തന്നെ. മനുസ്മൃതി കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ശാസന വന്നപ്പോൾ അത് പറ്റില്ലെന്ന് ഒരു വൈസ് ചാൻസലർ പറഞ്ഞില്ലേ? BJPയുടെ തിട്ടൂരങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം ഇപ്പോൾ പലർക്കും കൈവന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണതിനർത്ഥം. മുമ്പ് ഭയമായിരുന്നു പലർക്കും. കുനിയാൻ പറഞ്ഞാൽ കിടന്നിഴയുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് BJP ഇവിടെ സൃഷ്ടിച്ചു വെച്ചത്. പ്രതിപക്ഷം ശക്തമായത് ഇങ്ങനെ പലർക്കും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ, വർത്തമാനം പറയാൻ ധൈര്യം കൊടുത്തിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗുണഫലം. നേരിയ ആശ്വാസം പകരുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തോടെ നാം സുഷുപ്തിയിലേക്ക് പോകാൻ വലിയ സാധ്യതയുണ്ട്. ഫാഷിസ്റ്റ് ഭീഷണിയെ ഗൗരവത്തിൽ കാണാത്ത മാനസികാവസ്ഥ പതിയെ രൂപപ്പെടാം. ഇതിന് എന്താണ് പരിഹാരം? ജാതി ഫാഷിസത്തിനെതിരായ പോരാട്ടത്തിൽ അടുത്ത 5 വർഷത്തേക്കെങ്കിലും കൃത്യമായ അജണ്ടകൾ നാം രൂപപ്പെടുത്തിയിട്ടുണ്ടോ? അത്തരം നീക്കങ്ങൾ ഡൽഹിയിൽ എത്രത്തോളം നടക്കുന്നുണ്ട്? ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഇത്രയും നല്ല രാഷ്ട്രീയ ബോധത്തോടെ വോട്ട് വിനിയോഗിച്ചത്. ഇതിന് മികച്ച തുടർച്ചകൾ ഉണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച മുസ്ലിം കൺസോളിഡേഷൻ ആരെങ്കിലും പ്രത്യേകമായി ആസൂത്രണം ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമല്ല. രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ അപകടാവസ്ഥയിൽ സ്വാഭാവികമായി സംഭവിച്ചതാണ്. മുസ്ലിം മനസ്സിൽ രൂപപ്പെട്ട ആശങ്കകളും വേദനകളും, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആപചങ്ക, BJP ഇനിയും അധികാരത്തിൽ വന്നാൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവ് തുടങ്ങിയവയെല്ലാം ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വിളിയാളമാണ് ഈ രാഷ്ട്രീയ ബോധവും ആക്ഷനും രൂപപ്പെടുത്തിയത്. പഠന പ്രക്രിയകളിൽ നിന്ന് ആസൂത്രിതമായി രൂപപ്പെട്ടതല്ല, അനുഭവങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും സ്വയമേവ രൂപാന്തരപ്പെട്ടതാണ് ഈ നിലപാട്. അതുകൊണ്ട് സ്വയമേവ മറ്റവസ്ഥകളിലേക്കും ഇത് പോകാം. അഥവാ ഈ ഏകീകരണം സ്ഥായിയായി നിൽക്കുന്നതല്ല, താൽക്കാലികമാണ്. കുറച്ചു കഴിയുമ്പോൾ ആളുകൾ മറ്റു ചിന്തകളിലേക്ക് മാറാം. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ജാഗ്രതയും ഏകീകരണവും സ്ഥായിയായി നിലനിർത്താൻ നല്ല പദ്ധതികൾ ഉണ്ടാകണം. പ്രായോഗിക രംഗത്ത് രൂപപ്പെട്ട ഈ ബോധത്തെയും മുന്നേറ്റത്തെയും ആദർശാടിത്തറകളിൽ ശക്തിപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. അതിനാവശ്യമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. സമാന ചിന്താഗതിക്കാരുമായി ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കണം. മുസ്ലിം ലീഗ് ഈ രംഗത്ത് ക്രിയാത്മകമായി ഇടപെടും. പലരും ലീഗിനെയും വിളിക്കാറുണ്ട്. അത്തരം യോജിച്ച വേദികൾ
ഇനി രൂപപ്പെടും. ഇന്ത്യൻ സാഹചര്യത്തിൽ ദലിത് മുസ്ലിം രാഷ്ട്രീയത്തിന് വലിയ ഭാവിയുണ്ട്. പിന്നാക്ക ന്യൂനപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുത്തിയാൽ സംഘപരിവാറിന് അനങ്ങാൻ കഴിയില്ല. പക്ഷേ യോജിച്ച രാഷ്ട്രീയ മുന്നേറ്റത്തിന് നാം തയ്യാറാകണം. എന്നാൽ ഇത് പെട്ടെന്ന് സാധ്യമല്ല. അതിന് ചില മറുവശങ്ങളുമുണ്ട്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടയിൽ ഇത് കൊണ്ടുവരണം. ഈ തെരഞ്ഞെടുപ്പിൽ SC/ST വിഭാഗങ്ങളെയൊക്കെ BJP ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കും കീഴ്ജാതിക്കാർക്കും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിലെ ദലിത്, അവർണ, കീഴ്ജാതി, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയെല്ലാം ശത്രുവാണ് BJP. ഇത് ശരിയായി തുടരുകയും ചെയ്യണം. ഇന്ത്യയിലെ പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്ന സ്വഭാവത്തിൽ എടുത്തിട്ട് കാര്യമില്ലെന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യയിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുണ്ട്. VP സിംഗ് അധികാരത്തിൽ വന്നത് ഇതിൻ്റെ തെളിവായിരുന്നു. രാഹുൽ ഗാന്ധി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനനുസൃതമായി ശക്തമായ നിലപാടുകൾ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൈക്കൊള്ളേണ്ടതുമുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഉൾപ്പെടെ നിരവധി വേദികളുണ്ട്. എത്രമാത്രം ജാഗ്രതയും വേഗതയും കൃത്യതയും ഈ സംഘടനകളിൽ താങ്കൾക്ക് കാണാനായിട്ടുണ്ട്? ഇവയെ എങ്ങനെ ശക്തിപ്പെടുത്താം? നിരവധി മുസ്ലിം സംഘടനകളുണ്ട്. ഇവയെല്ലാം ഏകോപിപ്പിക്കാൻ സാധിക്കണം. ഈ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കണം. ഇതിനാവശ്യമായ ചർച്ചകളും നടക്കേണ്ടതുണ്ട്. ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്? മുസ്ലിം സംഘടനകൾ ഈ രംഗത്ത് ഇനിയും സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്തൊക്കെയാണ്? അനൈക്യമാണ് മുസ്ലിം സമൂഹത്തിന് ഈ രംഗത്തുള്ള ഏറ്റവും വലിയ ദൗർബല്യം. കേരളത്തിൻ്റെ കാര്യമെടുക്കാം. ഇവിടെ മുസ്ലിങ്ങൾ പ്രബുദ്ധരാണ്. പക്ഷേ കേരളത്തിൽ ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകളെ ദുരുപയോഗപ്പെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പലതും അനുഭവിക്കേണ്ടി വന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന ന്യൂനപക്ഷ വിരുദ്ധ നടപടികൾ ചർച്ചയ്ക്ക് എടുത്തതേയില്ല. മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും പല പേരും പറഞ്ഞ് വീതിച്ചു കൊടുത്തു. ഇതിനൊക്കെ ചട്ടുകമായി നിൽക്കുകയാണ് ചിലർ ചെയ്തത്. ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പാദസേവ ചെയ്യുന്ന സമീപന രീതികൾ ചിലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ മുസ്ലിം നേതാക്കൾ ഒന്നും മനസ്സിലാക്കാത്തവരാണെന്ന് നാം ചിലപ്പോൾ പറയാറുണ്ട്. എന്നാൽ ഫാഷിസ്റ്റ് ഭീഷണിയെക്കുറിച്ച തിരിച്ചറിവിൽ അവർ ഏറെ മുന്നിലാണ്. ഇത് കേരള മുസ്ലിങ്ങൾക്കൊരു പാഠമാണ്. അവർ വലിയ ഡിഗ്രികൾ കയ്യിലുള്ളവരാകണമെന്നില്ല. പക്ഷേ വംശവെറിയുടെ വേദന അവർ അനുഭവിച്ചു. ഇത് അവർക്ക് വലിയ തിരിച്ചറിവ് നൽകി. BJPയെ തോൽപ്പിക്കാൻ നാം ഒരുമിച്ചു നിൽക്കണം. അതിന് ഉപയുക്തമാം വിധം വോട്ട് വിനിയോഗിക്കണം എന്ന ബോധം അവർക്കുണ്ടായി. അതിലവർ വിജയിക്കുകയും ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ ആയുധം വോട്ടാണ്. അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇതുവരെ അനുഭവിച്ച പരാജയങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാരണം. ഈ തിരിച്ചറിവ് മുസ്ലിം നേതൃത്വങ്ങൾക്ക് ഉണ്ടാകണം. ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രതിനിധാനം നിർവഹിക്കാൻ മുസ്ലിം സമൂഹത്തിന് എത്രത്തോളം സാധ്യമായിട്ടുണ്ട്? ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിക്കാൻ മുസ്ലിം ഉമ്മത്തിനെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ സജ്ജമാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. വൈകാരികമായ പ്രതികരണ രീതികളിലൂടെ രാജ്യനിവാസികൾക്ക് മുന്നിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല ആദർശബോധ്യമുണ്ടായാൽ മാത്രമേ സുചിന്തിതമായ നിലപാടുകൾ കൈക്കൊള്ളാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കുകയുള്ളൂ. കേരള മുസ്ലിങ്ങളിൽ ഉള്ളതിനേക്കാൾ എത്രയോ വലിയ പണ്ഡിതന്മാർ ഉത്തരേന്ത്യയിലുണ്ട്. ആത്മീയമായ കാര്യത്തിൽ അവർ മുന്നിലാണ്. അത് അടിസ്ഥാന വിഷയമാണല്ലോ. അതേസമയം കാലികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നല്ല ബോധമുണ്ടാവുകയും അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കുകയും കൂടി വേണം. സമാന ചിന്താഗതിക്കാർക്കിടയിൽ സംഭാഷണങ്ങൾ നടത്തി വേണം ഇതുണ്ടാക്കാൻ. അതുവഴി ഇന്ത്യൻ ജനതയെ ഇസ്ലാമിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ശരിയായി അഭിമുഖീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും. മുസ്ലിം ഉമ്മത്ത് എന്ന അടിസ്ഥാന ആശയത്തെ നാം തത്വത്തിൽ അംഗീകരിക്കുകയും പ്രയോഗത്തിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യണം. വിശാലവും യഥാർത്ഥവുമായ മുസ്ലിം ഉമ്മത്ത് എന്ന ആശയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സമുദായത്തിലെ ഓരോ വിഭാഗവും അവനവൻ്റെ സംഘടനാ കക്ഷിലോകത്തേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഈ നിലപാട് തിരുത്തി എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ആദർശ വിശാലത നാം കൈക്കൊള്ളേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമീപന രീതി നാം മുറുകെ പിടിക്കണം. അകത്തും പുറത്തും ആരെയും വെറുപ്പിക്കാതെ സ്വയം ശാക്തീകരിക്കണം, രാഷ്ട്രീയമായും സാമൂഹികമായും.